വർഷങ്ങളിൽ വലിയ പരിപാടി നടത്തുകയും ഇടപെട്ട വർഷങ്ങളിൽ ചെറുതായി കഴിക്കുകയും ചെയ്യുക എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം നല്ല വലിയ പരിപാടി നടന്നു. വലിയ പരിപാടി നടത്തുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറക്കി അത് വിപുലമാക്കിയാണ് സജ്ജീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സഫർ മാസമൊക്കെ ശക്തമായ മഴയായതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ് റജബ്, ജമാഅത്തുൽ ആഖിർ ഇങ്ങനെ ആ മാസങ്ങളിലേക്ക് പോകലാണ് പതിവ്. അതേ സ്ഥാനത്ത് പള്ളിയുടെ അകത്ത് തന്നെ ഒതുങ്ങുന്ന പരിപാടിയായപ്പോൾ സഫർ മാസത്തിൽ തന്നെ അത് നടത്തുക. കാരണം സഫറിലാണ് പണ്ട് മുതലേ അത് നടന്നു വന്നിരുന്നത്. ഇനി ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് ബാക്കോട്ട് മാറ്റിയതാണ്. അപ്പോൾ പള്ളിയുടെ അകത്തായതുകൊണ്ട് സഫർ മാസത്തിൽ തന്നെ നടത്തുക എന്ന അഭിപ്രായം വന്നതുകൊണ്ടാണ് ഇങ്ങനെ നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം അല്ലാഹു തൗഫീഖ് ചെയ്താൽ ആരൊക്കെയുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പടച്ച റബ്ബ് നമുക്കൊക്കെ ദീർഘായുസ്സ് ആഫിയത്തോടു കൂടെ നൽകുമാറാവട്ടെ. നമുക്ക് വിപുലമായി നടത്താം. എല്ലാ കൊല്ലവും നമ്മൾ വിപുലമായി നടത്തുമ്പോൾ പത്തിരി നേർച്ച നടത്തലുണ്ട്. ഈ പ്രാവശ്യം ചെറുതായതുകൊണ്ട് പത്തിരി നേർച്ചയിലേക്ക് പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ കൂടിയ ആളുകൾക്കൊക്കെ സ്വലാത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ സദസ്സിൻ്റെ ഒരു മഹത്വം നിങ്ങൾ മനസ്സിലാക്കി നോക്കുകയാണ്. മഗ്‌രിബ് നിസ്കരിച്ചിരുന്നതാണ്, അദ്ദാദ് ചൊല്ലി, യാസീൻ ഓതി, ഒരുപാട് ദിക്ർ വരെ നമ്മൾ ദിക്റിലാണ്. 2 മണിക്കൂർ ശരിക്കും ഇപ്പോൾ നമ്മൾ ഇരുന്ന് ദിക്ർ ചെയ്യും. എന്തൊരു ആത്മീയമായ സന്തോഷമാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത്. നമ്മളൊരു സദസ്സിൽ കൂടുമ്പോൾ കുറച്ചൊക്കെ ചൊല്ലിപ്പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ കഴിയണം. പേരിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചൊല്ലി ദുആ ചെയ്യുന്നത് അതല്ല ഇവിടെ നടന്നിട്ടുള്ളത്. സത്യത്തിൽ ഇപ്പം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇരുന്ന് ഇതുവരെ ദിക്ർ ചൊല്ലി അവസാനം നമ്മളിപ്പോൾ യാസീൻ സൂറത്ത് ഓതി, അസ്മാഉൽ ബദർ ചൊല്ലി, തവസ്സുൽ ബൈത്ത് ചൊല്ലി ഒക്കെ ചൊല്ലി ഇനി സയ്യിദ് അവറുകൾ ആവശ്യമായ കാര്യങ്ങൾ മഹാനവറുകൾ നടത്തും. എന്നിട്ട് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയുകയും ചെയ്യാം. ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദര സഹോദരിമാരോട്, വിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണ് വരുന്നത്. തൊട്ടരികിലെത്തി നിൽക്കുകയാണ്. റബീഉൽ അവ്വലിൽ എല്ലാവരുടെ വീട്ടിലും മൗലിദ് ഓതണം. എല്ലാവരുടെ വീട്ടിലും അത് ആളുകളെ സംഘടിപ്പിച്ച് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ അവരവരുടെ ഭാര്യമാരും മക്കളും ഇരുന്നിട്ട് നമ്മുടെ വീടുകളിൽ മൗലൂദ് ഓതണം. പുരുഷന്മാരൊക്കെ പിന്നെ ജമാഅത്തിന് പള്ളിയിൽ വന്ന് മൗലൂദിൽ പങ്കെടുക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് അത് എല്ലാ കൊല്ലവും നടക്കുന്നത് പോലെ ഈ വർഷത്തെ മീലാദ് പ്രോഗ്രാമുകൾക്ക് പ്രത്യേകതയുണ്ട്. 1500ാമത്തെ ജന്മദിനാഘോഷമാണ്, 1500ാമത്തെ തിരുപ്പിറവിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടും 1500 എന്ന് വെച്ചുകൊണ്ട് അതിവിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മഹല്ലത്തിൽ മൗലിദ് ഓതാത്ത ഒരു വീടും ഉണ്ടായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുക, പറയുക, അതിനേക്കാളും വലിയ മഹത്വമുള്ള മറ്റൊരു കാര്യവുമില്ല എന്ന് ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കുക. മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞത്, ഇമാം സുയൂത്തി റഹിമഹുല്ല പറഞ്ഞത്, മാമിൻ ബൈത്തിൻ ഒരു വീടുമില്ല, ഔ മസ്ജിദിൻ ഒരു പള്ളിയുമില്ല, ഔ മഹല്ലത്തിൻ ഒരു മഹല്ലത്തുമില്ല, ഒരു സ്ഥലവുമില്ല, അവിടെ മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ മൗലിദ് പാരായണം ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ ഒരു മഹല്ലുമില്ല, ഒരു വീടുമില്ല, ഒരു പള്ളിയുമുള്ള ഒരു സ്ഥാപനവുമില്ല. ഇല്ല ഹഫത്തിൽ മലായിക, റഹ്മത്തിന്റെ മലായികത്ത് പൊതിഞ്ഞിട്ടല്ലാതെ, റഹ്മത്തിന്റെ മലായികത്ത് പൊതിഞ്ഞിട്ടല്ല. മഹത്തുക്കളായ പണ്ഡിതന്മാർ, ഇമാം സുയൂത്തി റഹിമഹുല്ല ആരാണ്? വലിയ മഹാപണ്ഡിതനാണ്. അവിടുന്ന് പറയുകയാണ്, ആ ഓതുന്ന വീട്ടിൽ റഹ്മത്തിന്റെ മലായികത്ത് പൊതിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മൗലിദ് ഓതുക, ഓതാൻ പാടില്ല, അത് ശിർക്കാണ്, ബിദ്അത്താണെന്ന് പറയുന്നവർ അത് വളരെ തുച്ഛം ചില ആളുകൾ മാത്രമാണ്. അതേ സ്ഥാനത്ത് അത് അവജ്ഞയോടുകൂടെ തള്ളുക. അതിന് മറുപടി കൊടുക്കേണ്ടത് മറുപടി പറഞ്ഞുകൊണ്ടല്ല, കൂടുതൽ കൂടുതൽ ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. അതുകൂടി ഞാൻ പറയട്ടെ, വലിയൊരു ഏരിയ മീലാദ് റാലി ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പങ്കെടുക്കലുണ്ട്. ഈ പരിസരത്തുള്ള മുത്തുനബിയെ മഹബത്ത് വെക്കുന്ന ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത 24-ാം തീയതി, ഈ ഇന്നൊരു ഞായറാഴ്ച, ഇന്നത്തെ ദിവസം മുതൽ 15ാമത്തെ ദിവസം 24-ാം തീയതി ഞായറാഴ്ച അസ്ർ നിസ്കരിച്ച ഉടനെ മുണ്ടക്കപ്പറമ്പിൽ നിന്ന് തുടക്കം കുറിച്ച് കാളിക്കടവ് വരെ നീണ്ടു നിൽക്കുന്ന റാലി നിങ്ങളൊക്കെ പങ്കെടുക്കണം. കഴിഞ്ഞ വർഷമല്ല, മുന്നത്തെ വർഷം
തുടക്കം മുതൽ അവസാനം വരെ ശക്തമായ മഴ കൊണ്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുക്കുകയുണ്ടായി. നമുക്കത് നടത്തണം. വലിയ മീലാദ് ഏരിയ മീലാദ് റാലി 24-ാം തീയതി അടുത്ത ഞായറാഴ്ച അല്ല പിന്നത്തെ ഞായറാഴ്ച നടക്കുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. വീടുകളിലൊക്കെ റബീഉൽ അവ്വലിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി തോരണങ്ങൾ തൂക്കണം. സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ പള്ളികളും ഒക്കെ അത് നടത്തും. അതിന് പുറമെ നമ്മുടെയൊക്കെ വീടുകളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത്തെ തിരുപ്പിറവിയിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളൊക്കെ തോരണങ്ങൾ തൂക്കണം. മക്കൾക്കൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കണം. അഷ്റഫുൽ ഖൽഖ് തങ്ങളെ സ്വീകരിക്കാനുള്ള വൻ ഒരുക്കം നടത്തണമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് നമ്മളൊക്കെ സ്വലാത്ത് ധാരാളം ചൊല്ലുക, ധാരാളം സ്വലാത്ത് ചൊല്ലുക. നമുക്ക് കിട്ടുന്ന സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചൊല്ലാൻ കഴിയാത്ത ആരുമില്ലല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇത് ചൊല്ലാൻ കഴിയാത്ത ആളില്ലല്ലോ. അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ അലാ സ്വല്ലി അലാ നൂർ വഅഹ്ലി വആലി. എന്താണോ കിട്ടുന്നത് നാരിയത്ത് സ്വലാത്താണെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ചെല്ലാൻ എളുപ്പമുള്ള സാധിക്കുന്ന സ്വലാത്ത് എല്ലാം നമ്മൾ ചൊല്ലിയിട്ട് ധാരാളം സ്വലാത്ത് പെരുപ്പിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെ ഗസയുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാം. നമ്മുടെ ഫലസ്തീനിന്റെ അവസ്ഥ, ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന ആ പ്രദേശത്തിന്റെ അവസ്ഥ 2 കൊല്ലത്തോളമായി അവിടെ തീ തുപ്പുന്ന ശക്തമായ പോരാട്ടം നടക്കുകയാണ്. ശത്രുക്കൾ, സയണിസ്റ്റ് വിഭാഗം, ജൂതന്മാർ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക കണക്കനുസരിച്ച് 100,000-ഓളം ആളുകൾ മരിച്ചിരിക്കുകയാണ്. അതില് പട്ടിണി കിടന്നിട്ട് വെള്ളം കുടിക്കാൻ കിട്ടാതെ, ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ച 100-200-ഓളം ആളുകളുടെ കണക്ക് ഔദ്യോഗികമായി പുറത്തു വന്നു. ചെറിയ ചെറിയ പിഞ്ചു മക്കള് അവരെ എല്ലും തൊലിയുമായി കിടക്കുന്ന ചിത്രം കാണുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സ് പടപടച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഫലസ്തീനിൽ നമ്മുടെ സഹോദരന്മാർക്ക് സമാധാനം ലഭിക്കാൻ, യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഭീകര രാഷ്ട്രം, ആ രാഷ്ട്രത്തിന് അന്താരാഷ്ട്ര ഒരു നിയമവും പാലിക്കാതെയാണ് ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഫലസ്തീൻ പിടിച്ചടക്കുന്നത് വരെ ശക്തമായ പോരാട്ടം നടത്തുമെന്ന് എല്ലാ നിയമവ്യവസ്ഥകളെയും ലംഘിച്ചുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹുവിനോട് ദുആ ചെയ്യലാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ നിന്ന് ദുആ ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഉസ്താദുമാർ, ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉസ്താദുമാർ നാളത്തെ ദിവസം തിങ്കളാഴ്ച എല്ലാവരും ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. നാളെ പകലിൽ എല്ലാവരോടും നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പറ്റുന്നവർ നോമ്പനുഷ്ഠിക്കുക. നമ്മളുടെ കുഞ്ഞുമക്കൾ നമ്മുടെ വീടകങ്ങളിൽ മരിച്ചു വീഴുന്ന രംഗം ഒന്ന് ആലോചിച്ചാൽ, നമുക്ക് ഫലസ്തീനിന്റെ ആ ചിത്രം മീഡിയകളിലൂടെ നമ്മൾ കാണുമ്പോൾ അത് നമ്മുടെ മക്കളായി, സഹോദരങ്ങളായി, ഉമ്മമാരായി സങ്കല്പിച്ചാൽ എങ്ങനെ നമുക്ക് സഹിക്കാൻ കഴിയും സഹോദരങ്ങളെ? അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരും നാളെ ഫലസ്തീനിലെ ജനതയുടെ സമാധാനത്തിന് വേണ്ടി നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്നവരൊക്കെ നോമ്പനുഷ്ഠിക്കുക. എന്നിട്ട് മഗ്‌രിബിന് ശേഷം എല്ലാ വീടുകളിലും മക്കളോടും സ്ത്രീകളോടും ഉപ്പമാരോടും ഒരുമിച്ചിരുന്നു കൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പുരുഷന്മാർക്ക് നാളെ നമ്മൾ ഇശാനമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യാം. ഇന്ന് തങ്ങൾ ദുആ ചെയ്യും. സ്ത്രീകളൊക്കെ അവരുടെ വീടുകളിൽ വെച്ച് ദുആ ചെയ്യുക. യുദ്ധമൊന്ന് അവസാനിപ്പിക്കാൻ, അവിടെ സമാധാനം പുലരാൻ നിങ്ങളൊക്കെ നാളെ നോമ്പനുഷ്ഠിച്ചിട്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് നമ്മുടെ ഉസ്താദുമാർ നിർദ്ദേശിച്ചത് കൊണ്ട് ആ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല. അഭിവന്യരായ സംഗീത അവர்கள் ഇവിടെയുണ്ട്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരി തന്നവർ 2 കിൻഡൽ ഭക്ഷണം നമ്മൾ ഇന്നിവിടെ പാകം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അരി തന്നവർ 1 കിൻഡലെ അരി തന്നുകൊണ്ട് ഉമ്മക്കും ഉപ്പക്കും എല്ലാവർക്കും വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ PK ഇസ്മായിൽ അല്ലാഹു തആല അവന്റെ ഉമ്മയുടെ ഉപ്പയുടെ ഖബറിലേക്ക് അതിന്റെ സവാബ് എത്തിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ മോഴിക്കൽ അബ്ദുൽ മജീദിന് വേണ്ടി ദുആ ചെയ്യാൻ അരി തന്നേൽപ്പിച്ചിട്ടുണ്ട്, സംഭാവന തന്നേൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
പിയ്യാത്താക്ക് വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന തന്നേൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ നേർച്ചയാക്കിയ അരി തന്നേൽപ്പിച്ചവരുണ്ട്. ഇങ്ങനെയൊക്കെ പലരും സംഭാവന തന്നിട്ടുണ്ട്. ഒരു കിൻഡൽ ഇറച്ചി കോഴി നമ്മുടെ സലീഫാവ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ അരിത്തലക്കല അഹമ്മദാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മക്കള് 50 കിലോ ഇറച്ചി തന്നിട്ടുണ്ട്, കോഴി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരും ഇറച്ചിയിലേക്ക് സഹായിച്ചിട്ടുണ്ട്. 25ഉം 50ഉം ഒക്കെയായി സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബന്ധപ്പിലാൻ ഉമറുട്ടി അവരുടെ സഹോദരങ്ങൾ ഒന്നിച്ച് എല്ലാ വർഷവും നമ്മുടെ സ്വലാത്തിലേക്ക് അവർ നൽകുന്നതാണ്. 5000 രൂപ നൽകിയിട്ട് ഗൾഫിലുള്ള അവൻ്റെ സഹോദരന്മാർ, നമ്മുടെ മുസ്തഫ അടക്കം, അങ്ങനെ അവരുടെ സഹോദരന്മാർ എല്ലാവരും കൂടി 5000 രൂപ നൽകി സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു ബറക്കത്തേക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ആലിയാക്ക പള്ളിയിൽ എപ്പോഴും ജമാഅത്തിനുണ്ടാകുന്ന ആളാണ്. കുറച്ച് മഹൂഫായ രോഗം പിടിപെട്ടിരിക്കുകയാണ്. വേദന ഉള്ള ഒരു രോഗമുണ്ട്. അദ്ദേഹത്തിന് ഉറക്കം വരാതെ കഷ്ടപ്പെടുകയാണ്. അല്ലാഹു തആല ശിഫ നൽകുമാറാവട്ടെ. അങ്ങനെ ക്യാൻസർ ഉണ്ടായി 2-3 സർജറി ചെയ്ത ആളുകളുണ്ട്. അവർക്ക് പൂർണ്ണമായി ഭേദമാകാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ ഗർഭിണികൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഇഖാമ കിട്ടാതെ വിഷമിക്കുന്ന 2-3 സുഹൃത്തുക്കൾ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന കൊടുത്തയച്ചവരുണ്ട്. കട വിറ്റ് പോവാൻ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. കടയിൽ കച്ചവടം കുറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് സംഭാവന ഏൽപ്പിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അതുപോലെ തന്നെ രോഗികളായ നമ്മുടെ അവരിൽ ശംസുവിന്റെ കുട്ടി ഇപ്പോൾ ശിഫ പ്രാപിച്ചു വരുന്നു. അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. ചക്കാരപ്പറമ്പൻ മുനീർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മൻസൂർ തങ്ങൾ ഈ മജ്ലിസിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് ചെറിയ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസികമായ പ്രയാസം കൊണ്ട് തലവേദനയും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വിദേശത്ത് പോയി അതുപോലെ തന്നെ ബുദ്ധിമുട്ടായി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലുഖ്മാൻ ഹക്കീം സഖാഫി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഒരു ഉന്നത പ്രഭാഷകനാണ് അദ്ദേഹം. വലിയ മുദരിസാണ് അദ്ദേഹം, ആലിമാണ്. അവർ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അതുപോലെ എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു സുഹൃത്ത്, 3 മക്കൾ മരിച്ച് 4ാമത്തെ കുട്ടിയുണ്ടായി. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ കാര്യമായ അസുഖത്തിലെ 3 കുട്ടികളും 1 വയസ്സ് വരെയൊക്കെ ജീവിക്കും, മരിക്കും. ഇത് 4ാമത്തതും അതേ കുട്ടികൾക്കുള്ള അസുഖം കാരണമായി ഇപ്പോൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ശിഫ നൽകുമാറാവട്ടെ. ഡോക്ടർമാരൊക്കെ പറയുന്നത് ഒരു പ്രതീക്ഷയുമില്ല എന്നാണ്. അല്ലാഹു ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. ഉംറക്ക് പോകുന്നവരുണ്ട്, കല്യാണം ശരിപ്പെടാൻ ഒരുപാട് ചെറുപ്പക്കാരായ ആളുകൾ, പെൺകുട്ടികളെക്കാളും ചെറുപ്പക്കാരായ ആളുകൾ കല്യാണം ശരിപ്പെടാതെ അതിനുവേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഇങ്ങനെ പലതിനും സുഖപ്രസവത്തിന് വേണ്ടി ജോലിയില്ലാതെ ഗൾഫൊക്കെ ഒഴിവായി ഒരു ജോലിയുമില്ലാതെ വിഷമത്തോടെ കഴിയുന്നവരുണ്ട്. അതുപോലെ തന്നെ പലരും പല വിഷയങ്ങളും കല്യാണം ഉറപ്പിച്ച് വെച്ച് അതൊക്കെ റാഹത്തായി പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. മരണപ്പെട്ടു പോയ നമ്മുടെ മോഡൽ കുട്ടിയാക്ക ഈ മാസത്തിലാണ് അദ്ദേഹം മരിച്ചത്. അതുപോലെ KT കുഞ്ഞാലസനാജി, അതുപോലെ തന്നെ മോണിക്കൽ മജീദ്, നേരത്തെ നമ്മൾ പറഞ്ഞ വിഖ്യാത്ത, അതുപോലെ തന്നെ നമ്മുടെ ജൗഹറിന്റെ വല്യമ്മ കഴിഞ്ഞ റമദാനിലാണ് മരിച്ചത്. അവരുടെ വല്യമ്മമാര്, അവരുടെ വല്യപ്പ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ആലി ഹാജി, യൂണിനാജി, ചേക്കു ഹാജി, ഈ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ അമരി ബാബ പ്രത്യേകം സംഭാവന കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അതുപോലെ തന്നെ ബില്ലൻ അബ്ദുറഹ്മാനാജി, അള്ളാഹു എല്ലാവരുടെയും ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. PV ആലിക്കുട്ടിയാക്ക നമ്മുടെ പള്ളിയിൽ 5 വക്തിനും ജമാഅത്തിന് വന്നിരുന്ന ആളാണ്. അവർ മരിച്ച മാസമാണ്. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തൊക്കെ കാര്യങ്ങൾ മാനസികമായി വിഷമിച്ച് വീട്ടിൽ ഒരു സമാധാനവുമില്ലാതെ കഴിയുന്ന ഒരുപാട് സഹോദരിമാർ, അങ്ങനെ പല പ്രയാസങ്ങളും അറിയിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകുമാറാവട്ടെ. ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ച് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നു എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കുമാറാവട്ടെ. ഈ മജ്ലിസിൽ ആരൊക്കെ സംഭാവന നൽകി ഇനി അഭിമന്യരായ സയ്യിദിന്റെ അരികിൽ നല്ല നിയ്യത്ത് വെച്ച് നല്ല ഉദ്ദേശം വെച്ച് ആരൊക്കെ നൽകുന്നുവോ അള്ളാഹുവേ അവരുടെ നൽകുന്നതിന്റെ 10 മടങ്ങ് 1000 മടങ്ങ് ബർക്കത്ത് നീ അവർക്കൊക്കെ ഏറ്റി നൽകണം. അല്ലാഹ് എന്തുദ്ദേശിച്ചാണ് അവർക്ക് നൽകിയത് എങ്കിൽ ആ ഉദ്ദേശം ഈ മുബാറക്കായ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നീ ഏറ്റെടുത്ത് അവരുടെ ഉദ്ദേശം നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ
വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മീലാദ് റാലി മടക്കാൻ പാടില്ല. അതുപോലെ നാളത്തെ നോമ്പ് എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അഭിയോന്നരായ തങ്ങൾ നമ്മോട് നസീഹത്താക്കി ദുആ ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ മുബാറക്കായ ഈ മജ്ലിസ്, എല്ലാം കൊണ്ടും പ്രൗഢമായ ഈ മജ്ലിസ് ദിക്റുകളെ കൊണ്ടും സ്വലാത്തുകളെ കൊണ്ടും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളെ കൊണ്ടും ഒക്കെ ധന്യമായ ഈ ഒരു മജ്ലിസ് ഇജാബത്തിന് എല്ലാ നിലക്കും സാധ്യതയുണ്ട്. ആലിമീങ്ങളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, ഇൽമ് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, സയ്യിദന്മാർ, വലിയ ഇബാദത്തിൻ്റെ ഉടമകളായ വളരെ പ്രായമെത്തിയ ആളുകൾ, ഇങ്ങനെ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസ് അള്ളാഹു ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് അള്ളാഹു കാരണമാക്കി തരട്ടെ. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ഓർമ്മിച്ചതുപോലെ ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാർ ഓരോ ദിവസവും അവിടെ ആയിരങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ നിഷ്ഠൂരമായി ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കൊടുക്കാതെ, ആവശ്യ വസ്തുക്കളൊന്നും നൽകാതെ അവരെ വളരെ നിഷ്ഠൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ദ്വാരക്കണം. ഗസ എന്ന് പറയുന്നത് വളരെ മുബാറക്കായ ഒരു സ്ഥലമാണ്. ഇമാമുന ഷാഫി തങ്ങളടക്കമുള്ളവരൊക്കെ പ്രസവിക്കപ്പെട്ടത് ഗസയിലാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. മാത്രമല്ല, ആ രാജ്യത്ത് ഉള്ള സമൂഹം ഇത്രയൊക്കെ പീഡിതരും അതുപോലെ വലിയ പരീക്ഷണത്തിൻ്റെയൊക്കെ ഇടയിൽ ചെറിയ മക്കളൊക്കെ പറയുന്നത് അവർക്ക് അവരെ ഇമ്മത്തിനൊരു കുറവില്ല. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന പള്ളിയിൽ വെച്ചുകൊണ്ട് ജുമാ നിസ്കരിക്കാൻ നിറഞ്ഞു നിൽക്കുന്ന ജുമാക്ക് ഒരുമിച്ച് കൂടി ആ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അവർ പറയുന്നത് അള്ളാഹു മാന, അള്ളാഹ് നമ്മളെ കൂടെയുണ്ട്. ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഫലസ്തീനിൽ അൽ ഖലീൽ പട്ടണത്തിൽ ചെന്ന സമയത്ത് അവിടെയാണ് നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടുത്തെ മഖ്ബറയുള്ളത് അവിടെയാണ്. അവിടുത്തെ കുടുംബങ്ങളൊക്കെ അവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അവിടെ അൽ ഖലീൽ, ജാമിഅ ഖലീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ പള്ളി, വളരെ പുരാതന പള്ളിയാണ്. ആ പള്ളിയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് ചെറിയ മക്കൾ, പിഞ്ചു മക്കൾ വിളിച്ചുകൊണ്ട് പറയാണ്, ബാവ, എത്തി ബാവ എന്ന് പറയാം. മുഖത്ത് നോക്കുമ്പം ആ കുട്ടികളുടെ മുഖത്ത് എന്തോ ഒരു ഭംഗിയും, മാത്രമല്ല ചെറിയ പ്രായത്തിലുള്ള 6, 7, 8 വയസ്സുള്ള കുട്ടികൾ യതീമാണെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട മക്കൾ യാചിക്കുന്നത് കാണുമ്പോൾ മനസ്സ് പൊട്ടിപ്പോവുകയാണ്. ആ സമൂഹത്തിനെ മറക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിമായതിൻ്റെ പേരിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ നിസ്കാരവും നോമ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന ഈ ഒരു വലിയ പീഡനങ്ങളിൽ നിന്ന് അവർക്ക് സലാമത്തിന് നമ്മളൊക്കെ ആത്മാർത്ഥമായി ദ്വാരക്കണം. ഇത് നമ്മുടെ വലിയൊരു കടമയാണ്. അതുകൊണ്ടാണ് നേരത്തെ ഉസ്താദ് ഓർമ്മിപ്പിച്ചത്, നാളത്തെ ദിവസം സുന്നത്തായ നോമ്പെടുത്ത് നമ്മളൊക്കെ അവരുടെ സലാമത്തിനും അവരുടെ രക്ഷക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ നമ്മുടെ നേതൃത്വം നമ്മോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതെല്ലാവരും പാലിക്കണം. അതോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് വരാനിരിക്കുന്ന വിശുദ്ധ റബീഉൽ അവ്വൽ മാസം, അതിനു വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങുകയും തയ്യാറാകുകയും
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളിൽ ഉണ്ടാകേണ്ടത് മഹബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണ് നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്നത്. തങ്ങളാണ് ഈ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. തങ്ങളാണ് നമുക്ക് എല്ലാ നേരിൻ്റെ വഴികൾ കാണിച്ചു തന്നത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. തങ്ങളെ മാറ്റി വെച്ചിട്ട് ഒരു വിജയവും ഒരാൾക്കും നേടാൻ കഴിയില്ല. തങ്ങളുടെ ആ വലിയ സ്ഥാനത്തെ താഴ്ത്തി കാണിക്കുക എന്നത്. ഞാൻ അടുത്ത് ഒരു പുത്തനാശയക്കാരൻ്റെ പ്രഭാഷണം കേട്ടു. അദ്ദേഹം പറയുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് സയ്യിദിന എന്ന് കൂട്ടുന്നതിനെ പറ്റി. നിങ്ങൾ നോക്കൂ, എത്ര മഹാന്മാർ സ്വലാത്തുകൾ, അവർ സ്വലാത്തിൻ്റെ വചനങ്ങൾ അവർ പ്രത്യേകം ഉണ്ടാക്കിയിട്ടുണ്ട്. 10,000-കണക്കിന് സ്വലാത്തിൻ്റെ സീറകളുണ്ട്. അതിൽ പലതരത്തിലുള്ള സ്വലാത്തുകളിൽപ്പെട്ടൊരു പ്രധാന സ്വലാത്താണ് അസ്വലാത്തുൻ നാരിയ. വലിയ ഫലമുള്ളൊരു സ്വലാത്താണ്. ഇവിടെ 44 കൊല്ലമായി ഇത് സ്ഥാപിക്കപ്പെട്ടിട്ട് ഇന്ന് വരെ ഒരു മാസവും മുടങ്ങാതെ സ്വലാത്ത് ഇവിടെ നടന്നു പറയുമ്പോൾ അതിലൂടെ വിജയിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടിയ എത്ര ആളുകൾ ഇതിൽ തന്നെ ഉണ്ടാകും. പല ആളുകളും മരിച്ചുപോയി. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത്, ഈ സ്വലാത്തുകളിലൊക്കെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ വലിയ ഖസായിസുകൾ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ച് അതൊക്കെ മുൻനിർത്തിയിട്ട് ഈ സ്വലാത്തുകളിലൊക്കെ തവസ്സുലുകളും മറ്റുമൊക്കെ അടങ്ങുന്ന രൂപത്തിൽ എത്രയെത്ര സ്വലാത്തുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള മഹബത്ത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ഒരു മാർഗമായി നമ്മൾ കാണണം. റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വലിയ ആശിഖുർ റസൂലാണ്. വലിയ മഹബത്ത് വെച്ച് ജീവിച്ച മഹാനാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. പരിശുദ്ധ മക്കയിലും മദീനയിലൊക്കെ ഒരു കാലത്ത് 2 ഹറമുകളിലും പാരായണം ചെയ്യപ്പെട്ട ഒരു ഖസീദയാണ് അൽ ഖസീദത്തുൽ വിത്രിയ. അറബി അക്ഷരങ്ങൾ 28 അക്ഷരങ്ങൾക്ക്, ഓരോ അക്ഷരങ്ങൾക്കും ദീർഘമായ ബെയ്ത്തുകൾ എഴുതിയ മഹാൻ. തൻ്റെ ജീവിതത്തിൽ തൻ്റെ സമ്പത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച മഹാൻ. ജീവിതം മുഴുവനും മഹബത്തിലായി ജീവിച്ച മഹാൻ. ആ മഹാൻ അവர்கள் പറയുന്നുണ്ട്, യസൂറു റസൂലല്ലാഹി മൻ ഖഫ ബിസ്റുഹു. അള്ളാഹുവിൻ്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ അവസരം കിട്ടുന്ന ആർക്കാണ്? പാപഭാരം കുറഞ്ഞവർക്കാണ്. ഇതെങ്ങനെ പറയുന്നുണ്ട്? ഓരോ ബെയ്ത്തുകൾക്കും വലിയ അർത്ഥങ്ങളാണ്. അവിടുന്ന് പറയുന്നു, എൻ്റെ പാപഭാരം എൻ്റെ പാപഭാരം വല്ലാതെ കൂടുതലാണ്, എനിക്ക് മദീനയിലേക്ക് പോകാൻ കഴിയുന്നില്ല. താഴ്മയോടുകൂടി പറയാണ്, ജീവിതത്തിൽ തനിക്ക് ലഭിച്ച സമ്പത്ത് മുഴുവനും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി, അവിടത്തെയോടുള്ള ആദരവിന് വേണ്ടി, അവിടുത്തെ തഅദീം ചെയ്യാൻ, ഇക്റാം ചെയ്യാൻ, അതിനു വേണ്ടി നീക്കി വെച്ചൊരു മഹാനാണ്. മഹാനവറുകൾ മദീനയിലേക്ക് പലതവണ പോകാൻ ശ്രമിച്ചു, കഴിഞ്ഞില്ല. അവസാനം മദീനയിലെ പോകുന്നതിനെ കുറിച്ച് നിരാശ വന്നപ്പോൾ മഹാനവറുകൾ പറയുന്നത്, യമീനം ബിറബ്ബി ഇന്ന ഖൽബി യുഹിബ്ബുഹു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാൻ ഒരു കാര്യം അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇന്ന ഖൽബി യുഹിബ്ബുഹു. എൻ്റെ ഖൽബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഖൽബാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മരണത്തിന് ശേഷവും അതുപോലെ മരണം വരെയുള്ള എൻ്റെ ജീവിതത്തിലൊക്കെ എനിക്ക് പ്രതീക്ഷയുള്ളത്, എനിക്കുള്ള വലിയ പ്രതീക്ഷയുള്ളത് ആ ഒരൊറ്റ മഹബത്ത് മാത്രമാണ്. എത്ര ആളുകൾ, എത്രയോ മഹാന്മാർ. ഞങ്ങൾ ഈ അടുത്ത് ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മൊറോക്കയിൽ പോയി. മൊറോക്കയിൽ ചെന്നപ്പോൾ മൊറോക്കയിൽ ആശിഖീങ്ങളുടെ ഒരു നീണ്ട ഒരു നിര തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അവരുടെയൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂരി റളിയല്ലാഹു അൻഹു. സുലൈമാനുൽ ജസൂരി തങ്ങളാരാ? തൻ്റെ ജീവിതത്തിൽ സ്വലാത്തിലൂടെ ജീവിച്ച മഹാനാണ്. അവിടുത്തെ സ്വലാത്താണ് ദലായിലുൽ ഖൈറാത്ത്. ആ ദലായിലുൽ ഖൈറാത്തിൽ വെള്ളിയാഴ്ച ചൊല്ലുന്ന വിറുതാണ് സാധാരണ അൽക്കൗഫും സ്വലാത്തിൽ നിന്ന് നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്ത്. ആ ദലായിലുൽ ഖൈറാത്ത് ഈ ജസൂലി ഇമാമിൻ്റെ സുലൈമാനുൽ ജസൂലി തങ്ങളുടെ മഖ്ബറയിൽ വന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എത്രയാണ് ചൊല്ലുന്നത്? ചില ആളുകൾ 7 ദിവസം ചൊല്ലുന്ന വിറുതുകൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒറ്റ ദിവസം കുറഞ്ഞ മണിക്കൂറുകളെ കൊണ്ട് അവിടെ നിന്ന് ചൊല്ലുകയാണ്. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ശൈഖുന ഉസ്താദ് അവറുകൾ
മൊറോക്കയിൽ ചെന്നപ്പോൾ അവിടെ മഹാനവറുകൾ അവിടെ മൊറോക്കയിലെ മറാക്കിഷിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ജസൂൽ ഇമാമിൻ്റെ മക്ബറക്കുള്ളിൽ വെച്ചിട്ട് എൻ്റെ കൂടെയുള്ള എല്ലാവരെയും കൂട്ടി 2-3 മണിക്കൂർ അവിടെ ചെലവഴിച്ചിട്ട് ഈ ദലായിൽ ഖൈറാത്ത് പൂർണ്ണമായി ദുആ ചെയ്തു. എല്ലാവർക്കും ഇജാസത്ത് കൊടുത്തു. ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട്, ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയൊരു ബിരുദാണ്. ദുനിയാവിന് വേണ്ടി സമയങ്ങളൊക്കെ എത്ര ചെലവഴിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി നമ്മളെന്ത് ചെലവഴിച്ചു? എന്തെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കൂ, ഒന്നും വേണ്ട. നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ വേണ്ടി ഒന്നോർത്തൊരു കുറഞ്ഞ സമയം നമ്മൾ തിരിഞ്ഞിട്ടുണ്ടോ? എന്ത് ഓർക്കാൻ പറ്റിയത് അതല്ലേ? ആ ഓർമ്മ മനുഷ്യന്റെ മനസ്സ് നന്നാക്കുന്നു. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞാൽ അത് ആത്മീയ ഭക്ഷണമാണ്. ബഹുമാനപ്പെട്ട റഷീദുൽ ബഗ്ദാദി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ ഖസീദത്തുൽ വിത്തിരിയല്ലത് കാണാം. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി തങ്ങളെ എല്ലാ സമയത്തും കാണാൻ കഴിഞ്ഞ മഹാന്മാർ ബഹുമാനപ്പെട്ട ഷാഹു വലിയുള്ളാഹി ദഹ്ലവിയുടെ ചരിത്രത്തിലൊക്കെ കാണാം. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിരുന്ന മഹാനാണ്. ഏത് വിഷയത്തിലും തങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന മഹാനായ സുലൈമാൻ ജസൂലി റളിയല്ലാഹു അൻഹു അവിടെ എഴുതിയ ദലായിൽ ഖൈറാത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ പതിവാക്കാൻ പറ്റുമെങ്കിൽ ഉസ്താദന്മാരെ കയ്യിൽ നിന്ന് സമ്പദത്തോടു കൂടി അത് വലിയ ഭാരമൊന്നുമില്ല. ഞാനൊരു സയ്യിദിനെ കണ്ടു. ആ സയ്യിദ് എല്ലാ ദിവസവും ഇത് പൂർണ്ണമായി ചൊല്ലത്ര. അദ്ദേഹം പറയാണ്, എനിക്കിതുകൊണ്ട് വലിയ നേട്ടമുണ്ട്. അത് ചൊല്ലണമെങ്കിൽ നമ്മളൊക്കെ ചിലപ്പോൾ ചൊല്ലി പ്രിയപ്പെട്ട സഹോദരന്മാരത് ചൊല്ലി തീർക്കാൻ രാത്രിയിലൊക്കെ കുറേ സമയം ഇരുന്നു പോകാറുണ്ട്. ഞങ്ങളൊരു ദിവസം ഒരു തിങ്കളാഴ്ച ആ ദലായിൽ ഖൈറാത്ത് ഞങ്ങൾ ജസൂൽ ഇമാമിൻ്റെ സമീപത്ത് വെച്ച് തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അന്ന് രാത്രി യാത്ര തിരിച്ചു. പിറ്റേന്ന് അങ്ങനെ യാത്ര തിരിച്ച് ഞങ്ങൾ ഇവിടെ തിരിച്ച് നാട്ടിലെത്തി. നെടുമ്പാശ്ശേരി ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ വരുന്ന സമയത്ത് കക്കിടിപ്പുറം സിയാറത്ത് ചെയ്തു. പിറ്റത്തെ ദിവസം ഞങ്ങൾ അവിടെ നിന്നാണ് ആ ദിവസത്തെ വിരുദ് ചൊല്ലുന്നത്. ഞാനിത് പറയുന്നത് കേരളത്തിലെ ദലായിൽ ഖൈറാത്തിന് വേണ്ടി ജീവിച്ചൊരു മഹാനാണ് ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അവിടെ ചെന്നാൽ തന്നെ ഒരു വല്ലാത്ത അനുഭൂതിയാണ്. ഞാൻ ഇടക്കിടക്കിടെ സിയാറത്തിന് പോകും. രാത്രി സമയങ്ങളിൽ വ്യാഴാഴ്ചകളിൽ പലപ്പോഴും രാത്രി സമയങ്ങളിൽ അവിടെ ചെല്ലും അടുത്ത സ്വലാത്തിൽ പങ്കെടുക്കാറുണ്ട്. അവിടെ ചെന്നാൽ തന്നെ മാനസികമായി നമുക്കൊരു മാറ്റം ഉണ്ടാവും. ഞാൻ പല സംഗതികളും ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹാന്മാരെ സിയാറത്ത് ചെയ്തു. ആ സിയാറത്തിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ചില സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ടൊരു സ്ഥലമാണ് ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ. എന്നോട് തന്നെ ചിലരൊക്കെ പറയും, അവിടെ വന്ന് പറഞ്ഞ് നിങ്ങൾ പലതും കൊണ്ടുപോയില്ലേ? കാരണം അതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് കഴിഞ്ഞത്, പലതും നേടിയെടുക്കാൻ കഴിഞ്ഞത്. പല മേഖലയിലും നമുക്ക് പുരോഗതിയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഇതിലൂടെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജസൂൽ ഇമാമിൻ്റെ സമീപത്ത് ചെന്നപ്പോൾ ജീവിതത്തിൽ വല്ലാത്ത ഒരു നമ്മുടെ മനസ്സിനൊക്കെ ഒരു അനുഭൂതി ഉണ്ടായിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിതൊക്കെ പറഞ്ഞു തന്നിനാണ്. ആ ജസൂൽ ഇമാമ പറയുന്നുണ്ട്, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പം പ്രതീക്ഷയുള്ള ഒരു അമൽ ഏത് മാത്രമാണ്? അവിടുന്ന് പറഞ്ഞു, അത് വലൈസലി അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബത്തിക്കൽ ഉളുമാ വ ഈമാനി. തങ്ങളോടുള്ള മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, അൽഹുബ്ബു ഫില്ലാ. ആ അൽഹുബ്ബു ഫില്ലയിൽ നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രധാനമല്ലേ അള്ളാഹുവിൻ്റെ റസൂലിന്റെ മഹബ്ബത്തൊക്കെ? അള്ളാഹുവിന് വേണ്ടിയല്ലേ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നത്? ബുഖാരിയിൽ തന്നെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിനെ പറ്റി പറയുന്ന ഭാഗത്ത് സ്വഹീഹുൽ ബുഖാരി പറയുന്നുണ്ട്, മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ ഈമാനിന്റെ മധുരം അവൻ എത്തിച്ചു. ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം യകൂനല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവിനെ റസൂലിനെ കഴിച്ചിട്ടേ ബാക്കി ദുനിയാവുള്ളൂ. ഇത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ. അങ്ങനെ ജീവിച്ചവരല്ലേ മഹാന്മാർ, സ്വാലിഹീങ്ങൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇനി പ്രതീക്ഷയുള്ളത് ഈ ഒറ്റ കാര്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ ജീവിതത്തിൽ നിലനിർത്തുകയും നല്ല ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ബന്ധത്തിലൂടെ നമുക്ക് വിജയിക്കാൻ കഴിയും. അങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തവരാണ് വലിയ വലിയ ആശിഖീങ്ങൾ. നിങ്ങൾക്കറിയില്ലേ, അഹമ്മദ് റിളാ ഖാൻ വലിയ പണ്ഡിതനും എത്ര ഗ്രന്ഥങ്ങൾ എഴുതിയവരാണ്. മഹാനവറുകൾ രണ്ട് കൈ കൊണ്ട് ഒരേപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. നമുക്കൊക്കെ ഒന്നൊരിക്കൽ വലത് കൈ കൊണ്ട് ഇരുന്നവരാണ് നമ്മൾ. ചില ആളുകൾ ഇടത്, വളരെ ചുരുക്കത്തിൽ ചില ആളുകൾ ഇടത്
കൈ കൊണ്ടെഴുതുന്നവരുണ്ട്. മഹാനവറുകൾക്ക് 2 കൈ കൊണ്ട് എഴുതും, 2 കാലുകൊണ്ട് എഴുതാൻ കഴിവുള്ളവരാണ്. അവിടുന്ന് 4000-ലധികം മദ്ഹ് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് വിവിധ ഭാഷകളിൽ. അവിടുന്ന് പറഞ്ഞു, ഞാൻ കാലുകൊണ്ട് എനിക്ക് എഴുതാൻ കഴിയും, പക്ഷെ എഴുതുന്നത് റസൂലുള്ളാഹിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എഴുതുന്നില്ല. അതൊരു തൗഫീഖല്ലേ. അത്തഹിയ്യാത്ത് ഇങ്ങനെ ഓടുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുൻ നബി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാം അത് തിരിച്ച് അവിടെ നിന്ന് സലാം മടക്കുന്നത് കേൾക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ പുത്തനാശയക്കാർക്ക് ഇതൊന്നും കാണാനും കേൾക്കാനും കഴിയൂല. വിദഗ്ധ മനസ്സിന്റെ ഉള്ളിൽ കടന്നു പോയാൽ പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ സർവ്വത്തിനെ എതിർക്കുക, എല്ലാ കാര്യത്തിനെയും എതിർക്കുക. നിങ്ങൾ നോക്കൂ, മഹാന്മാരൊക്കെ ഇവിടെ കഴിച്ചു കൂട്ടിയത് എന്തിനാണ്? അവരെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതമില്ലാതെ ഒരു കാര്യവും അവരാരും ചെയ്യാറില്ല. അവരെ ജീവിതത്തിൽ അവർ കൊണ്ടു നടന്നത് മാത്രമാണ്. നിങ്ങൾ നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം, അല്ലാഹുവിന്റെ റസൂലിനെ അവിടുത്തെ മഹബത്ത് വെക്കുന്നത്, അവിടുത്തെ മദ്ഹ് പറയുന്നത്, അവിടത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അതെല്ലാം ജീവിതത്തിൽ വിജയത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞിട്ട് മഹാന്മാരൊക്കെ പറയുന്നുണ്ട്. മഹാനായ സിദ്ദീ റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ. സിദ്ദീ റളിയല്ലാഹു അൻഹു ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ അമ്മാവനാണ്. ജുനൈദുൽ ബഗ്ദാദി തങ്ങളാരാ? ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങളുടെ ഒക്കെ കുറെ മുമ്പ് കഴിഞ്ഞു പോയ മഹാനാണ്. മഹാനവറുകൾ വലിയ ഖ്വാജ ജുനൈദുൽ ബഗ്ദാദി എന്ന് പറയുമ്പോൾ ഈ ത്വരീഖത്തിന്റെ മശായിഖന്മാര് മുഴുവനും ചെന്നെത്തുന്നത് ജുനൈദുൽ ബഗ്ദാദി തങ്ങളിലേക്കാണ്. അവിടെ നിന്ന് മഹാനായ സിരീൽ തങ്ങള് മഹാനവറുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇങ്ങനെ ആ പരമ്പര അങ്ങനെ നീണ്ടുപോകുമ്പോ സയ്യിദുനാ ഹസനുൽ ബസരി തങ്ങൾ മുഖേന ചെല്ലുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ആ മഹാന്മാരൊക്കെ പഠിപ്പിച്ചതെന്താ? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നത്, അതിനെപ്പറ്റി അതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നത്. അവിടെ നിന്ന് പറയുന്നു, മൻ ഖസദ മൗദിഅൻ, ഒരു സ്ഥലം ആരെങ്കിലും പ്രത്യേകം താല്പര്യത്തിലെടുത്ത് അവിടെ അവൻ തങ്ങളുടെ മദ്ഹ് പറയുന്ന ഒരു സ്ഥലം ലക്ഷ്യം വെച്ച് ഒരാൾ പോയാൽ അവിടെ ചെന്നാൽ അതിനെപ്പറ്റി പറയുന്നത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു സ്വർഗ്ഗത്തോപ്പാണ് അവൻ അതുകൊണ്ട് ലക്ഷ്യം വെച്ചത്. ഇതിങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, തങ്ങളോടുള്ള മഹബത്തിന് വേണ്ടിയല്ലാതെ അവൻ ആ സ്ഥലത്തേക്ക് പോയിട്ടില്ല, അവൻ അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല എന്നെ ഇഷ്ടം വെച്ചാൽ അവൻ എൻ്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകട്ടെ. ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ നമ്മളെ ഇത്ര സമയം ഇരുത്തിയത് എന്തിനാണ്? ആ ഒരു വലിയ താല്പര്യമാണ്. ഇമാം ബുഖാരിയുടെ ചില അവിടുത്തെ ചില ഹദീസുകളൊക്കെ കുട്ടികൾക്ക് ഓതിക്കൊടുക്കുമ്പോൾ ഉസ്താദുമാര് പറഞ്ഞു തരുന്ന ചില അവിടുത്തെ മശായിഖന്മാർ ബുഖാരിയുടെ അവിടുത്തെ വലിയ അതിൻ്റെ റാവിമാരുടെ പേര് പറയുമ്പോൾ, ചില മഹാന്മാരുടെ പേരുകളൊക്കെ പറയുമ്പോൾ അവരെ താരീഖ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മഹാന്മാരെ പറ്റി പറയുന്നത് അവര് അല്ലാഹുവിന്റെ റസൂലിനെ വലിയ മഹബത്ത് വെച്ചവരാണ്. അവരുടെ പ്രത്യേകതകൾ ഇങ്ങനെ പറയുമ്പോൾ അവര് വഫാത്താകുമ്പോൾ സുജൂദിൽ കടന്നുകൊണ്ട് മരിച്ചവരാണ്. ഇതൊക്കെ എന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ, സഹോദരന്മാരെ, ഇവിടെ തന്നെ നമ്മൾ നോക്കൂ, എത്ര ആളുകൾ ഉസ്താദ് കുറേ ആളുകളെ പേര് പറഞ്ഞു. ഇത്ര ആളുകൾ നമുക്കറിയുന്ന എണ്ണീകാക്കടക്കം ആലിഹാജി അടക്കം അങ്ങനെ പറയാൻ നിന്നാൽ എത്രയോ തീർക്കാൻ കഴിയാത്ത അത്ര ആളുകളെ പേരുകൾ ഇങ്ങനെ പറയാൻ കഴിയും. ഇവിടുന്ന് ഉസ്താദൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ ഈ ആളുകളൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഒന്ന്, ഈ സ്വലാത്തിൽ പങ്കെടുക്കുന്നവരായിരുന്നു. മറ്റൊന്ന്, ഈ പള്ളിയിൽ എപ്പോഴും വരുന്നവരാണ്. ഇവിടെ നടക്കുന്ന ഖൈറാത്തുകൾക്ക് മുഴുവനും പിന്തുണയും എല്ലാ പങ്കാളിത്തവും എല്ലാവിധ സപ്പോർട്ടും അതിനുള്ള എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ജീവിച്ചപ്പം മരിച്ചു പോയാലും അവരെ പ്രത്യേകം ഓർക്കപ്പെടുന്നു. ഇന്നലെ എൻ്റെ അരികെ വന്നൊരു 90 വയസ്സ് കഴിഞ്ഞ ഒരു കാരണവർ വന്നു. ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഇല്ലാത്ത സന്തോഷം. കാരണം 90 വയസ്സൊക്കെ ഒരാൾ പിന്നിട്ടിട്ട് അന്തസ്സായി നടക്കുന്നുണ്ട്, ഒരു വിഷമമില്ല. അദ്ദേഹം പറഞ്ഞു, കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു ഉംറ കൂടി പോരണ്ട്, നിങ്ങളെ കൂടുതൽ പോരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കുടുംബങ്ങൾ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ ഉംറക്ക് പോവുക, ഇനി നിങ്ങൾക്ക് സാധിക്കൂല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മുടക്കാണ് ഉസ്താദെ. അദ്ദേഹം പറയും, 5 നേരം പള്ളിയിൽ പോകും, ജുമയ്ക്ക് പോകും, പക്ഷേ ജീവിതത്തിൽ അവർ കൊണ്ടുവരുന്ന സ്വലാത്തായിരുന്നു.
സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് ആ ഒരു രസം കിട്ടുമ്പോൾ ജീവിതത്തിൽ അതുപോലെ വിജയിക്കാൻ എൻ്റെ സഹോദരന്മാരെ ഒരു 10 സ്വലാത്തെങ്കിലും ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി കൊണ്ടു നടന്നാൽ ചിലപ്പോൾ എണ്ണം കുറവായിരിക്കും, പക്ഷേ നമ്മളത് ആത്മാർത്ഥമായി ചൊല്ലിയാൽ അതുകൊണ്ട് വിജയിക്കാൻ കഴിയും. ഞാൻ ഈ അടുത്ത് മങ്ങാട്ടുപുരത്തുള്ള നമ്മുടെ ഒരു വേണ്ടപ്പെട്ട നമ്മളൊക്കെ അതിയായി മഹബത്ത് വെക്കുന്നൊരു വീരാനാജി ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ മഹബത്താണ്, പറഞ്ഞാൽ തീരില്ല അദ്ദേഹത്തിനെ പറ്റിയിട്ട്. സൗദിയിൽ പോയാൽ സൗദിയിൽ അദ്ദേഹമുള്ള സമയമാണെങ്കിൽ ഓരോ ദിവസവും 10-25 തവണ വിളിക്കും, ഉസ്താദ് ഭക്ഷണം കഴിച്ചോ, എന്താണ് വിവരം ചോദിച്ച്. നമുക്ക് ചിലപ്പോൾ തവാഫിലോ സഅയിലോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിലാകുമ്പോൾ ഫോൺ എടുക്കാൻ കഴിയില്ല, എന്നാലും അദ്ദേഹം വിളിക്കും. അങ്ങനത്തെ ആ മനുഷ്യനോട് പറയാണ്, എൻ്റെ വാപ്പ മരിച്ചിട്ട് 50 കൊല്ലമായി. ഈ 50 കൊല്ലത്തിനിടയ്ക്ക് 50 കൊല്ലം മുതൽ ഇന്നേ വരെ എല്ലാ മാസവും ഞാൻ വാപ്പയ്ക്ക് വേണ്ടിയിട്ട് 2 ഖത്മ് ഓതും. ഒരു തൗഫീഖല്ലേ. ബദർ മൗലിദിൻ്റെ മജ്‌ലിസിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരു മജ്‌ലിസ് എല്ലാ മാസവും അദ്ദേഹം ഉണ്ടാവും. അതേ ആ മാസത്തിൽ തന്നെ ശിഹാബുദ്ദീൻ ബുഖാരി പങ്കെടുക്കുന്ന മജ്‌ലിസ് അദ്ദേഹം ഉണ്ടാവും. മാത്രമല്ല, അദ്ദേഹം മരിച്ചപ്പോൾ 1000കണക്കിന് ആലിമീങ്ങൾ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ ബഹുമാനപ്പെട്ട ബദറുസ്താദ് തങ്ങൾ വന്നു. ഞാൻ അവിടെ ഒരു ദിവസം ചെന്നിട്ട് തഅസീയത്തിൽ ചെന്ന് അതിൽ കുറച്ച് അദ്ദേഹത്തിനെ അനുസ്മരിച്ച് പ്രസംഗിച്ചു. എൻ്റെ പ്രിയപ്പെട്ട തൗഫീഖല്ലേ, ഓരോ മാസവും 2 ഖത്മ് പോയിട്ട് നമ്മളൊക്കെ ചിന്തിച്ചു. അപ്പോഴാണ് നമ്മളൊക്കെ ഒരു കുറവ് മനസ്സിലായത്. 2 ഖത്മ് പോയിട്ട് ഒരു പേജ് പോലും ഓതാത്തവരല്ലേ പലപ്പോഴും. ഞാൻ എന്നെ പോലത്തെ വളരെ വളരെ എല്ലാത്തിനും കുറവുള്ളവർ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നാളത്തേക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറായി, നാളത്തേക്ക് വേണ്ടി ഒരുങ്ങി നമ്മൾ നിൽക്കണം. എത്ര ആളുകൾ മരിച്ചുപോയി. മിനിഞ്ഞാന്ന് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉപ്പ കൂട്ടിലങ്ങാടി കടൂപ്പുറത്തുള്ള അഷ്റഫ് ഖാ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യന്, അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞാൽ തീരില്ല. മകനെ പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച് ഇവനെ ഒരു പണ്ഡിതനാക്കി തരണം എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ കുട്ടി പഠിച്ചു. നല്ല അതവോടുകൂടി പഠിച്ചു, എല്ലാത്തിനും കഴിവുണ്ട്. ഈ കഴിഞ്ഞ വർഷം എന്നോടൊന്ന് പറഞ്ഞു, ഉസ്താദെ അവനെ ഉപരിപഠനത്തിന് പറഞ്ഞേക്കാൻ എനിക്ക് സുൽത്താനുലമൻ്റെ ശിഷ്യത്വം അവർക്ക് കിട്ടാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഉസ്താദിൻ്റെ അഭിപ്രായം പോലെ ചെയ്യാം. ഞാനങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മർക്കസിൽ പോയി ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചു, അഡ്മിഷൻ ലഭിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് രാത്രി സുബഹിക്ക് മുമ്പ് അദ്ദേഹം പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ഓട്ടിയിരുന്ന സ്കൂട്ടർ മറ്റൊരു വാഹനത്തിനിടിച്ച് അദ്ദേഹത്തിന് വലിയ പരിക്ക് പറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തു. 2-3 ദിവസങ്ങൾ. ഒരു ദിവസം ഈ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകൻ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹം ഏറ്റവും ഇഷ്ടത്തോടു കൂടി വളർത്തിയ ആ കുട്ടി മർക്കസിൽ ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ ബുഖാരി സദസ്സിലിരിക്കുമ്പോൾ ഒരു ഉസ്താദ് വന്നിട്ട് പറഞ്ഞു, അബൂബക്കർ മുസ്ലിയാരുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിനായിരുന്നു ആ ഉപ്പ ആഗ്രഹിച്ചിരുന്നത്. അവസാനം ആ ഉപ്പക്ക് വേണ്ടി ഉസ്താദ് ദ്വാരക്ക ബുഖാരിയിലെ 1000കണക്കിന് ആലിമീങ്ങളെ, വലിയ പണ്ഡിതന്മാരെ അവരൊക്കെ കൂട്ടിയിരുത്തിയിട്ട് ഉസ്താദ് ദ്വാരക്കാണ്. ആ ഉപ്പ എത്ര ഭാഗ്യവാനാണ്. ഞാനിത് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചപ്പോൾ മയ്യത്ത് നിസ്കരിക്കാനും ഖബറുകളിൽ ഓതാനും എല്ലാത്തിനും ആലിമീങ്ങളും താലിമീങ്ങളും പങ്കെടുത്തു. ഇതല്ലേ മരിച്ചാൽ നമുക്ക് വേണ്ടി ദ്വാരക്കുന്ന, നമ്മെ അനുസ്മരിക്കുന്ന, നമുക്ക് നമ്മെപ്പറ്റി നല്ലത് പറയുന്ന ഒരു സമൂഹം ഉണ്ടാവണം. അതല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈമാനും നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലും അതുപോലെ മറ്റൊന്നിലും നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. രോഗങ്ങൾ വല്ലാതെ കൂടിയ കാലഘട്ടമാണ്. ചെറിയ പിഞ്ചു മക്കളടക്കം നേരത്തോടെ പറഞ്ഞു ബഹുമാനപ്പെട്ട ഉസ്മാൻ ലക്കീം സഖാഫി, വലിയ പണ്ഡിതനും മുദരിസുകായ ഉസ്താദ് അവറുകൾ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പുതുപ്പറമ്പിലെ നമ്മുടെ പ്രിയപ്പെട്ട VK മുഹമ്മദ് ഹാജി, അവരുടെ ജ്യേഷ്ഠ സഹോദരൻ VK അബ്ദുൽ ലത്തീഫ് ഹാജി, അവരുടെ മകൻ അബ്ദുൽ ഗഫാർ, അവരുടെ 10 വയസ്സായ കുട്ടി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളൊക്കെ ആ വിഷയങ്ങളൊക്കെ അറിഞ്ഞവരായിരിക്കും. അദ്ദേഹത്തിൻ്റെ 10 വയസ്സായ കുട്ടി ഒരു വാതിൽക്കട്ടിൽ, അത് ഇരുമ്പിൻ്റെ വാതിൽക്കട്ടിൽ കോൺക്രീറ്റ് ഒക്കെ നിറച്ചത് തലയിലേക്ക് വീണ് തലയുടെ ഏകദേശം എല്ലുകളും മറ്റു കാര്യങ്ങളൊക്കെ ഏകദേശം അത് പൊട്ടുകയും വലിയ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. ഇന്ന് ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും ദ്വാരുന്നു. ആ കുട്ടികൾ എല്ലാവരുടെ ദ്വായുടെ ഒരു ഫലമായിട്ട് അൽഹംദുലില്ലാ കുറേയൊക്കെ മാറ്റം വന്നു. ഇപ്പോഴും കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ
വളരെ സീരിയസ് ആയി കിടക്കുന്നു. അള്ളാഹു ആ കുട്ടിക്ക് സലാമത്ത് കൊടുക്കട്ടെ, അള്ളാഹു പൂർണ്ണമായ സലാമത്ത് കൊടുക്കട്ടെ. അതുപോലെ എത്ര എത്ര ആളുകൾ നേരത്തെ ഇവിടെ വായിച്ചു, ഗൾഫിലും നാട്ടിലൊക്കെ ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹോദരിമാർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മാരക രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ, ക്യാൻസർ പിടിപെട്ട് വളരെ പ്രയാസത്തിൽ കഴിയുന്നവർ, അതുപോലെ തന്നെ സ്തനാർബുദം പിടിപെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഇങ്ങനെ എത്ര ഗർഭാശയ ട്യൂമറുണ്ടായി വിഷമിക്കുന്ന ആളുകൾ ഓരോ ദിവസം ഇതല്ലേ കേൾക്കുന്നത്. ഇന്നലെ എൻ്റെ വീട്ടിൽ 100 കണക്കിന് ആളുകൾ വന്നു. ഈ വന്ന ആളുകളെ കൂട്ടത്തിൽ എൻ്റെ സഹോദരന്മാരെ പലപ്പോഴും ഇരുന്നു കൊണ്ട് കരയലാണ് നമ്മളൊക്കെ. ചില രോഗം കേൾക്കുമ്പോൾ, ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് പടച്ചവന്റെ ഓരോ പരീക്ഷണങ്ങൾ ഇത് ഓർത്തുകൊണ്ട്. കാരണം ഉമ്മക്ക് ക്യാൻസർ, ബാപ്പക്ക് ക്യാൻസർ, കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് മുഴുവൻ മാരക രോഗങ്ങൾ, ചികിത്സിക്കാൻ സമ്പത്ത് കയ്യിലില്ല, ആരോടും ഇതിനെപ്പറ്റി പറയാൻ കഴിയുന്നില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട് വിഷമം അനുഭവിക്കുന്ന ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നമുക്കൊക്കെ സലാമത്ത് നൽകട്ടെ. രോഗം തന്നാൽ, ആഫിയത്ത് നഷ്ടപ്പെട്ടു പോയാൽ പണം ഉണ്ടായിട്ട് കാര്യമില്ല, ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ആകെ കുടുങ്ങി വിയർത്ത് വിഷമിച്ചു പോകും. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. 5 നേരം പള്ളിയിൽ വരിക, നമ്മൾ പരമാവധി ജമാഅത്ത് നഷ്ടപ്പെടാതെ നമ്മൾ നിസ്കരിക്കുക. എത്ര ആളുകൾ 50 കൊല്ലം ഒരു വക്തും അവ്വല് വക്ത് ജമാഅത്തിന് എത്തിയിട്ട് നിസ്കാരമൊന്നും ഒരു അവ്വല് വക്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന എത്ര ആളുകൾ, ഞാൻ അറിയുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. എത്ര ആളുകൾ മരിച്ചുപോയി. അല്ലാഹുവിനൊക്കെ പുറത്തു കൊടുക്കട്ടെ. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളെ കൂടെ നമുക്ക് സപ്പോർട്ടിന് വേണ്ടി എല്ലാ നിലക്കും കൂടെ നിന്നിരുന്ന എത്രയോ ആളുകളുണ്ട്. ഇന്നും അവരൊക്കെ ചില ആളുകൾ, ചില ജീവിച്ചിരിപ്പുള്ള പ്രായമെത്തി അവരൊക്കെ പറയും, തങ്ങളെ നമ്മളെ മറക്കരുത് കേട്ടോ എന്ന് പറയും. നമുക്ക് അവർക്ക് ദുആ കടമപ്പെട്ടവരാണ്. ദീനീ വിഷയത്തിൽ സഹായിച്ചവർ, നമ്മൾ പഠിക്കാൻ നമുക്ക് സപ്പോർട്ട് തന്നവർ. അല്ലാഹു തആല ആ മരിച്ചുപോയവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഈ മഹല്ലത്തിൽ, ഈ പള്ളിയുടെ പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്ന മുഴുവൻ ആളുകൾ ബദർ മൗലിദിലും സ്വലാത്തിലും ഇവിടെ നടക്കുന്ന നല്ല കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സഹകരിച്ച് എല്ലാത്തിലും പങ്കെടുത്തിരുന്നവർ, ഭക്ഷണം കൊടുത്ത ഉമ്മമാര്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ദർസിൽ ഈ കാലപത്രം നീണ്ട ഈ വർഷത്തിനിടയിൽ എത്ര ആലിമീങ്ങൾ ഈ ദർസിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി, എത്ര മഹല്ലുകളിൽ നല്ല സേവനങ്ങൾ ചെയ്യുന്നു. ഈ മക്കളൊക്കെ പഠിക്കാനും വളരാനും സപ്പോർട്ടും പിന്തുണയും കൊടുത്ത നല്ലവരായ ആളുകൾ പലരും ഖബറിലാണ്. അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ എത്രയാണ് ദീനീ വിഷയങ്ങൾ അവർ ഇടപെടുന്നത്, സഹായിക്കുന്നത്. അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്കും അവർക്കൊക്കെ സലാമത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പെട്ടെന്ന് ദ്വാരക്കാണ്. എനിക്കും 10 മണിക്ക് മുമ്പായിട്ട് തന്നെ ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് എത്തേണ്ടതുണ്ട്. ഏതായാലും ഈ പരിപാടിയിൽ നമുക്ക് വന്ന് പങ്കെടുക്കുക എന്നുള്ള ഒരു തൗഫീഖാണ്. കാരണം ഇതൊരു പ്രത്യേകമായി നമുക്ക് തന്നെ ഒരു മാനസികമായി ഒരു അനുഭൂതിയുള്ളൊരു മജ്‌ലിസാണ്. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത ഒന്ന് ഈ നാരി സ്വലാത്ത് തന്നെയാണ്. ഇതിൻ്റെ ഒരു ബർക്കത്ത് എന്നും ഈ നാട്ടുകാരിലുണ്ട്. ഒന്ന് ഇത്രയും വലിയ ഒരു ഈ മഹല്ല് സംവിധാനത്തിൽ ഏറ്റവും വലിയൊരു മാതൃകാ മഹല്ലായി നമ്മുടെ മഹല്ല് എന്നും നിലനിൽക്കുന്നു. അല്ലാഹു നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ മക്കളെ വിവാഹം നടക്കുന്നു, അതെല്ലാം അല്ലാഹു നല്ല രൂപത്തിൽ നടത്തി കൊടുക്കട്ടെ. എല്ലാവിധ കാര്യങ്ങളും അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മ, ഉപ്പ ഇടയ്ക്ക് എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഉസ്താദിൻ്റെ ഉസ്താദന്മാർ, അദൂല ഉസ്താദ് അടക്കം മരിച്ചുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. പെട്ടെന്ന് പിരിയാണ്. ഇതിന് മുമ്പ് എല്ലാവരും